ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ആ പിന്നെ എനിക്കൊരു ആ സംശയം, നിയമപരമായ ഒരു സംശയം തീർക്കാൻ വിളിച്ചതാ. ഈ വോയിസ് ആ ഞാൻ ചിലപ്പം നമ്മുടെ ഇതില് കൊടുക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ യൂട്യൂബിലൊന്ന് ആ ഇടണമെന്നുമുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം ആ ഇതാണ്. ആ ആഹ് നമ്മളിപ്പോ ഒരു സ്ത്രീയെ നമുക്ക് ലൈംഗിക താല്പര്യം ഉണ്ടെന്ന് ചോദിക്കുന്നത് തെറ്റാണോ? തെറ്റാണ് തെറ്റാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച്. ഇപ്പൊ ഫോറിനിലൊക്കെ നമുക്ക് തെറ്റാണ് ചോദിക്കാം, അമേരിക്കയിലൊക്കെ നമുക്ക് ചോദിക്കാം. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, കുഴപ്പമില്ല. തെറ്റാണ് തെറ്റാണ്. തെറ്റാണ്. അത് ഏതെങ്കിലും ലോയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അതിൽ അത് ലൈംഗിക വീക്ഷണ നടത്താൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. അത് പുതിയ ആക്ടിനകത്ത് അമെന്റ്മെന്റിനകത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ഇപ്പൊ ഈ മൃഗങ്ങൾക്കിപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ ആർക്കും ആരോടും നമുക്ക് ബന്ധപ്പെടാൻ മൃഗങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ ജീവി എന്ന് പറയുമ്പോ അവർക്ക് അതിനാണ് വിവേചന ബുദ്ധി എന്ന് പറയുന്നത് മൃഗങ്ങൾക്കില്ല, ആ, മനുഷ്യനുണ്ട്. ആ, അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമം, മൃഗങ്ങൾക്കിടയിലുള്ള അവരുടെ ഇടപെടലുകൾ വെച്ച് നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തത്, ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മനുഷ്യർക്ക് വിവേചന ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഉം. ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഈ കാമാത്തിപുര പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഉം. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് മാന്യന്മാർ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന വലിയ വലിയ ആളുകൾ വരെ അവിടെ പോകുന്നുണ്ട്. അവിടെ ആ ഒരുപാട് കെന്നഡി ബ്രിഡ്ജ് അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അവിടെ. എനിക്കറിയാവുന്ന ആ ഒരുപാട് ഇതുണ്ട്. വൻ വേട്ടയാണ്. ഇവിടെയുള്ള പല പെണ്ണുങ്ങളെ അവിടെ പോയി തപ്പി പിടിച്ചുകൊണ്ട് വന്ന ചരിത്രങ്ങൾ വരെയുണ്ട് നമുക്ക്. ഉം. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പൊ അതുപോലുള്ള ഇത് സാഹചര്യങ്ങളൊന്നും നമുക്ക് അത് 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 അംഗീകൃതമായിട്ടില്ല. അതിന് 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 പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്കത് പ്രൊഫഷണായിട്ട് ചെയ്യാൻ, പ്രൊഫഷണായിട്ട് പലരും ഇപ്പോൾ അത് പ്രൊഫഷണായിട്ടാണല്ലോ ചെയ്യുന്നത്. അതെ, അത് ഇവിടെ നമുക്ക് ചെയ്യാവോ? അത് അവരുടെ കൺസെന്റ് ഇല്ലാതെ ചോദിച്ചു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല അപ്പൊ ഇവർക്ക് നമ്മളോട് ചോദിക്കുന്നത് ആണുങ്ങളോട് പെണ്ണുങ്ങൾക്ക് ചോദിക്കുന്നതും തെറ്റായി വരണ്ടേ അപ്പൊ? അല്ല, അത് കൺസെന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. കൺസെന്റ് എക്സ്പ്രസ്ലി ഉണ്ടാവണം. എക്സ്പ്രസ്ലി കൺസെന്റ് ഉണ്ടാവണം. എക്സ്പ്രസ്ലി അതെങ്ങനെ ഈ കൺസെപ്റ്റ് കൺസെന്റ് എനിക്ക് മനസ്സിലായില്ല ബ്രദറെ. ഇപ്പൊ എന്റെ ഒരു ചോദ്യം, നമ്മൾ ഒരു സ്ത്രീയോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് നിയമപ്രകാരം പറയുന്നുണ്ട്. ഇതേപോലെ ഒരു സ്ത്രീ നമ്മളോട് ചോദിക്കുന്നത് തെറ്റാണോ? നമ്മളോട് ചോദിക്കുന്നത് തെറ്റാണ്. തെറ്റാണ്. അതിനകത്ത് പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ ആകാം. അല്ല ഈ സമ്മതം പക്ഷേ ഈ അറിയണമെന്നുണ്ടെങ്കിൽ അതെ, അതിനകത്ത് അതാണ് ഈ പരസ്പര സമ്മതം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അറിയത്തില്ലാത്ത ആളുകൾ തമ്മിൽ പരസ്പര സമ്മതം ഉണ്ടാകില്ല. അല്ല ഇവരൊക്കെ അറിയുന്നവരാണല്ലോ. ഇപ്പൊ നമ്മുടെ സിനിമാ ഫീൽഡിലെല്ലാം തന്നെ അറിയുന്ന ആളുകളാണല്ലോ. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ, ആ, അതാ ഞാൻ പറഞ്ഞത്, ആ, പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന ലൈംഗിക വീഴ്ചയാണെങ്കിൽ ആ. അതൊരു കാരണവശാലും പിന്നെ ഈ പറയുന്ന റേപ്പിന്റെ ഇതിലോ അല്ലെങ്കിൽ പഴയ IPC 354 അതെ പരിധിയിലോ വരത്തില്ല. അതെ അതെ വരത്തില്ല. അതെ. ഇപ്പൊ അത് നമ്മള് അത് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് കൺസെന്റ് ഉണ്ടോ? ഇല്ല. ഞാൻ കൺസെന്റ് കൊടുത്തില്ല എന്ന് ഞാൻ കൺസെന്റ് കൊടുത്തില്ല എന്ന് പറയുന്നത് ഞാനല്ലേ? അതെ കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആർക്കുമാണ്. ഉം, ഉം, ഉം. ആരോപണ വിധേയരാണ് തെളിയിക്കേണ്ടത്. കൺസെന്റ് ഉണ്ടായിരുന്നു, സമ്മതം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കേണ്ടത്. സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ ലൈംഗിക വീഴ്ച നടത്തിയത്, അതല്ലെങ്കിൽ ഞാൻ അവരെ കെട്ടിപ്പിടിച്ചത് ആ, എന്ന് പറയുന്ന സാഹചര്യം ആ. പലപ്പോഴും പല കേസിനകത്ത് ഇപ്പോഴത്തെ ആരോപണം വന്നിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ളൂ. അതെ അതെ അപ്പോൾ അത് അവരുടെ കൺസെന്റോട് കൂടിയാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. പിന്നെ ഇത്രയും നാളും ഈ പറയുന്ന ഡിലേ ഒന്നും ഇതിനകത്ത് ഇവർക്ക് ആർക്കും തന്നെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു കേസിനകത്ത്. അതുകൊണ്ട് അതിന്റെ കേസിന്റെ മെറിറ്റിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് കേസ് എടുത്ത് വരുമ്പോൾ അത് കോടതിയിലേക്ക് വരുന്നൊരു വിഷയമാകുമ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഡിഫൻസ് എന്ന് പറയുന്ന സാഹചര്യമോ ഒക്കെ നമുക്ക് കേസിനകത്ത് എവിഡൻസ് എടുത്ത് വരുമ്പോൾ മാത്രമേ അത് ഡിഫൻസ് എടുക്കാൻ അതനുസരിച്ച് നമുക്ക് ഇനി മറ്റൊരു പറഞ്ഞു. ഇവർക്കൊക്കെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യുന്നതിന് ഒരു പക്ഷേ ഈ പറയുന്ന ഉണ്ടായിട്ടുള്ള കാലതാമസമൊക്കെ ഒരു പോസിറ്റീവായിട്ട് വരും. അതെ, ഇനിയിപ്പോ നമ്മളിപ്പോ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അല്ലെ നമ്മളിങ്ങനെ ചോദിച്ചു. ഇപ്പൊ പരസ്പരം നമുക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാതെ എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ സ്ഥിരം പരിചയം, ഇവരൊക്കെ തമ്മിൽ പരിചയമുള്ളവരാണ്. മമ്മൂട്ടിയും ഇവരും എല്ലാവരും തന്നെ കൂടെയുള്ള ഒരു പരിചയമാണ്. അപ്പോ അവര് ആ ഒരു അടുപ്പവും സ്നേഹവും വെച്ചിട്ടായിരിക്കും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോ എന്നോട് ഒരു സ്ത്രീയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ഒരു പരിധി വരെ അത് മനസ്സിലാക്കാൻ സാധിക്കും.
അതെ, ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളോടാണെങ്കിൽ ഈ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരു സ്ത്രീ പെരുമാറുന്ന സാഹചര്യം മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. അതെ, ഞാൻ പറയുന്നത് ഇപ്പം ഈ ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ വൈകുന്നേരം ആകുമ്പോൾ മിക്ക പെണ്ണുങ്ങളും തന്നെ ഒരു പെഗ്ഗൊക്കെ അടിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുത്തിമറിയുന്നതൊക്കെ നമ്മളൊക്കെ ഒരുപാട് സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട്, ലൊക്കേഷനുകളിൽ കണ്ടിട്ടുണ്ട്. നിർബന്ധം അത് എല്ലാവരും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ. ചില ആളുകൾ അങ്ങനെയാണെന്ന് എന്ന് പറയുന്നത് അതൊക്കെ എക്സെപ്ഷണൽ കേസുകളായിരിക്കും. ഇപ്പൊ എന്റെ ഒരു സംശയം, നമ്മൾ ഇത്രയും നമുക്ക് അതിനെ മൊത്തത്തിൽ ജനറൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ജനറൽ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എക്സെപ്ഷണൽ കേസുകളായിരിക്കാം. എന്റെ ഒരു ചോദ്യം സാറേ, എന്റെ ഒരു ചോദ്യം, നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുന്നു, കളിവർത്താനങ്ങൾ പറയുന്നു, ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ അതിനിടയ്ക്ക് നമ്മള് പ്രപ്പോസൽ ഉണ്ടാവും. അവിടെ ആ പറയുന്ന ഒരു പ്രപ്പോസൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ പറയുന്ന അക്സെപ്റ്റൻസ് അവിടെ ഉണ്ടായെങ്കിൽ പിന്നെ അവിടെ കൺസെന്റ് ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യം, ഇതുപോലെ പല ആളുകളുടെ കൂടെ പോയിട്ടുള്ള തെളിവുകൾ നമ്മൾ ഹാജരാക്കിയാൽ അത് ഒരു കാരണവശാലും ഇപ്പോ ഒരു പിന്നെ എന്താണ് ഇമ്മോറൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരുടെ സമ്മതമില്ലാതെ അവരുമായി ബലപ്രയോഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സമ്മതമില്ലാതെ ഇമ്മോറൽ ലൈഫിൽ ജീവിക്കുന്ന, നിങ്ങൾ ഈ മുമ്പ് പറഞ്ഞ രീതിയിലുള്ള പിന്നെ ബോംബെയിലോ അവിടെയുള്ള സ്ത്രീകളെ ആണെങ്കിൽ പോലും, അത്തരത്തിൽ പെടുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ സമ്മതമില്ലാതെ അവരുമായിട്ട് ബലപ്രയോഗത്തിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ റേപ്പ് തന്നെയാണ്. അല്ല, ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ പലർക്ക് പോകുന്ന ഒരാള് ഇങ്ങനെ ലൈംഗിക തൊഴിൽ ചെയ്യുന്നു എന്ന് നമുക്ക് നാട്ടിൽ പാട്ടാണ്, ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. അങ്ങനെ ഒരാളോട് നമുക്ക് ചോദിച്ചുകൂടെ, എനിക്കിന്ന് എന്റെ കൂടെ ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കാം. ഇപ്പം ഈ എന്താ പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്, ഞാനതാ പറഞ്ഞത്. ഈ പിന്നെ അത്തരം തൊഴിൽ ചെയ്യുന്ന ആളുകളോട് പോലും അവരുടെ സമ്മതമില്ലാതെ ചോദിക്കണം. സമ്മതം കിട്ടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സമ്മതം കിട്ടണമെങ്കിൽ ചോദിക്കണം. നമുക്ക് താല്പര്യം ചോദിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആളുകളോടല്ലേ പറ്റത്തുള്ളൂ, അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് തന്നെ അറിയാം അതങ്ങനെ തൊഴിലായി ചെയ്യുന്ന ആളുകൾ അറിയില്ല. മേഖലയിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കത് എക്സിബിറ്റ് ഒരു പിന്നെ എക്സ്പ്രസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നയാളാണ്. അത് പാർട്ട് ഓഫ് പ്രൊഫഷൻ. അത് അവരുടെ പ്രൊഫഷൻ ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ പല ആളുകളുടെ കൂടെ ഇപ്പൊ ഞാൻ പണ്ട് നമ്മുടെ മനോരമയിൽ വന്ന ഒരു ഇന്റർവ്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. വൈകുന്നേരങ്ങളാകുമ്പോൾ അവരുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ആളുകളൊക്കെ വരികയും അവരുമായിട്ട് കുത്തിമറിയുകയും ചെയ്യുന്ന ഇവർക്കൊരു വിനോദമാണ്, ഇവരുടെ ഒരു സ്വഭാവമാണ്. അവർ തുറന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വീടുകൾ മാറി താമസിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് പുള്ളിക്കാരി പറഞ്ഞത്. എനിക്ക് വിവാഹബന്ധത്തിൽ താല്പര്യമില്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എനിക്കിഷ്ടം. വൈകുന്നേരം ആകുമ്പോൾ ആണുങ്ങൾ ഇഷ്ടം പോലെ പേര് വരും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോ പെട്ടെന്ന് ഓർത്തപ്പോ ആണുങ്ങൾ വരുന്നു, അവരുമായി ഒരുമിച്ച് മദ്യപിക്കുന്നു, അല്ല, ശാരീരിക വീഴ്ച ഉൾപ്പെടെ അവര് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളുമായിട്ടും എനിക്കത് എന്റെ ഒരു രീതി അതാണ്, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ പങ്കിടുന്നത്, കിടക്ക് പങ്കിടുന്ന പല പുരുഷന്മാരുമായിട്ട് ചെയ്യുന്നത് എനിക്ക് താല്പര്യമാണ്. എന്ന് വെച്ചാൽ അവരൊരു സ്ത്രീ അല്ല, ഒരു ലൈംഗിക തൊഴിലാളി അല്ല, പലരുമായിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാനുമായിട്ട് ഞാനുമായിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു അറിവ്, അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. പലരുമായിട്ടുണ്ടാവും, അതായിരിക്കാം അവരുടെ സ്വഭാവം. നിങ്ങളുമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാനുമായിട്ടില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാൻ പറ്റുമോ? ഞാനുമായിട്ട് അവർക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിയമവശങ്ങൾ ചോദിച്ചാണ്. കാരണം നമ്മുടെ സലിംകുമാർ പറയുന്നത് പോലെ ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടായിരിക്കും ഇവര് ചോദിച്ചിട്ടുള്ളത് പലരും. കാരണം ഈ ഫീൽഡിലൊക്കെ ഒരുപാട് പേരെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഇതിനകത്ത്. വെച്ചാൽ ഞാൻ ഇവരെ ആരെയും ഉപയോഗിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ട് ഇവരുടെ ലൈഫുകൾ കണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ആളുകളെയും ഇവിടെ ഹോട്ടൽ മുറികളിൽ നിന്നും ഒക്കെ വലിയ റാക്കറ്റുകളിലൊക്കെ ഇവരുടെ അതൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനറലൈസ് ചെയ്ത് ഒരു ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി. അത് അവരുടെ താല്പര്യം. അതൊക്കെ എക്സെപ്ഷണൽ കേസുകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമുക്ക് ചോദിക്കാൻ പറ്റുമോ?
അല്ല ഇനിയിപ്പം നമ്മൾ ഒരുമിച്ച് ഇപ്പം നമുക്ക് എല്ലാ മനുഷ്യർക്കും വികാരമുണ്ട്. ഈ വികാരം മനുഷ്യ സഹജമാണ് അല്ലേ? ഉം. അപ്പൊ അതെ. അമേരിക്കയിലൊക്കെ നമുക്ക് എന്റെ അവിടെ ഉള്ള സുഹൃത്തുക്കൾ തന്നെ ഇപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവര് നോ പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ റൈറ്റില്ല. അല്ല അത് പിന്നെ അല്ല എന്തെങ്കിലും അത് ഈ പറയുന്ന ആ, അമേരിക്കയിലെ കടമെടുത്തിരുന്ന നിയമമായിരുന്നു നമുക്ക് നാളിതുവരെ ഉണ്ടായിരുന്നത്. ആ അതെ അതെ നിയമത്തിനകത്തെല്ലാം പൊളിച്ചെഴുത്തുകൾ ഉണ്ടായില്ലേ? മനസ്സിലായി. അമേരിക്കയുടെ നിയമം അല്ലല്ലോ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അതല്ലല്ലോ. അതെ. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് അതല്ലല്ലോ. അപ്പൊ ഇവിടെ ഭാരതീയ നമുക്ക് നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന സംവിധാനവും ആക്റ്റായും ഇതെല്ലാം മാറിയില്ലേ? 2023 പുതിയ ആക്ട് വന്നില്ലേ? അതെ അതെ അതിനകത്തൊക്കെ മാറ്റം വന്നല്ലോ. അതെ അതെ ആ ആ. മാറ്റം വരുമ്പോ ഇതിപ്പം അമേരിക്കയിൽ അവിടെയാണ് അങ്ങനെയാണ് അതിന്റെ ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതിന് ലോ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ ഞാനത് നമ്മുടെ നിയമത്തിൽ അത് പറയുന്നില്ല. നമ്മുടെ നിയമത്തിൽ അതിനുള്ള അനുവാദമില്ല. മനസ്സിലായി മനസ്സിലായി. ഞാൻ വക്കീലിനെ നമ്മുടെ വിളിച്ചത് നിയമത്തിൽ അങ്ങനെ ചെയ്യാൻ സത്യസന്ധമായിട്ട് അതിന്റെ പറ്റത്തില്ല. വിവരങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല അത് എനിക്കറിയാവുന്ന നിയമം അതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ആ ആ ആ ആ. അപ്പൊ നമുക്ക് ഇവിടെ ലീഗലായിട്ട് ഇതുപോലുള്ള വേശ്യാലയങ്ങൾ നടത്താൻ അനുവാദം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. വേശ്യാലയം നടത്താൻ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവാദമില്ല. അല്ല ഇപ്പം ഇന്ത്യയിൽ നമ്മള് ഇന്ത്യയിൽ അത് ബോംബെയിലൊക്കെ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. വ്യാപകമായിട്ട് അവിടെ ഒരു പ്രദേശം എന്നതുപോലെ പ്രദേശത്തു നിന്നല്ല അവിടുന്ന് വിട്ട് ബോംബെയുടെ പല തെരുവുകളിലും വലിയ ആഡംബര വസതികൾ കേന്ദ്രീകരിച്ച് പരസ്യമായ രഹസ്യം ശരിയാണ് എന്നതുപോലെ ശരിയാണ് നടത്തുന്നുണ്ട്. അത് ശരിയാണ് ശരിയാണ് നിയമപ്രകാരമാണോ എന്നുള്ളതാണ് ഞാൻ അല്ല ചോദിക്കുന്നത്. നിയമപ്രകാരമല്ല. നിയമപ്രകാരമാണെങ്കിൽ ഇപ്പൊ ബോംബെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ബോംബെയിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിയമപ്രകാരമാണെങ്കിൽ അത്തരത്തിലൊരു കേസിനകത്ത് എനിക്ക് ബാംഗ്ലൂര് പോയിട്ട് കോടതിയിൽ പോയിട്ട് ജാമ്യം എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു എനിക്കൊരു കക്ഷിക്ക് വേണ്ടിയിട്ട്. ആണല്ലേ? ആ ആ ആ. അവിടെ ഇത്തരത്തിൽ ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ടതിന്റെ പേരിൽ അല്ല ഇതുപോലുള്ള ഒരു കക്ഷിക്ക് വേണ്ടി വേശ്യാലയത്തിന് പോയതാണോ? ഒരു വേശ്യാലയത്തിന് ഞാൻ വേശ്യാലയത്തിൽ പോയെന്നല്ല പറഞ്ഞത്. അതല്ല മനസ്സിലായി. ഈ ക്ലയന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. സാർ ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല അത്തരം അങ്ങനെ നിയമപ്രകാരമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ അങ്ങനെ അവിടെ നടത്തപ്പെടും എന്ന് ആരോപിക്കുന്ന കേസുകളിൽ ആ ആ. നമുക്ക് ഹാജരായിട്ട് കക്ഷികൾക്ക് വേണ്ടി ജാമ്യം എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അതായത് ഈ കക്ഷി ഇതുപോലുള്ള ഒരു സ്ഥലത്ത് പോയതിന്റെ പേരിലുള്ള കേസാണ്. സ്ഥലത്ത് പോയതിന്റെ പേരിലല്ല, അങ്ങനെയുള്ള സ്ഥലം നടത്തിയെന്ന ആളുടെ ആരോപണമാണ്. നടത്തിയിരുന്നു. ഓക്കെ ഓക്കെ. ആ നടത്തി എന്നുള്ള ആരോപണമാണ്. ആ ആ ആ ആ ആ ആ. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസിന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ആ കക്ഷിക്ക് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയത്. ഇതായില്ലേ? മനസ്സിലായി. ഇത് അത്തരത്തില് നിയമപരമായിട്ട് നടത്താനുള്ള അനുവാദം ഉണ്ടെങ്കിൽ ആർക്കും ഒരു അപേക്ഷ കൊടുത്ത് സർക്കാരിൽ നിന്ന് നിയമപ്രകാരം എനിക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്താൽ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ നിയമത്തിനകത്ത് അത് പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ബോംബെയിലൊക്കെ ഉള്ള ഈ നമ്മൾ ഇപ്പൊ കാമാത്തിപുരം എന്നൊക്കെ അത് പറയുന്ന ഈ സ്ട്രീറ്റ് മുഴുവൻ ഒരു പ്രദേശം മുഴുവനുണ്ട്. അതെല്ലാം ആ ഇല്ലീഗലാണ് ഇപ്പോഴും. അത് ഇല്ലീഗലാണ്. ഡെഫിനറ്റ്ലി അത് ഇല്ലീഗൽ ആവൂല. അപ്പോൾ മനസ്സിലായി. നിയമപരമായിട്ട് അനുവാദം കൊടുക്കാത്ത ഏത് സാഹചര്യവും ഇല്ലീഗൽ ആവുമല്ലോ. അതെ അതെ. അപ്പൊ അതൊക്കെ ഞാൻ ചോദിക്കട്ടെ അവിടെയൊക്കെ ഇപ്പം നിലനിന്ന് പോകുന്ന അവിടുത്തെയൊക്കെ രാഷ്ട്രീയക്കാരുടെയും മറ്റേ പോലീസിനെയൊക്കെ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കലോ ഒക്കെ സ്വാധീനിച്ചിട്ടാണ് അവരതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്യുന്നത്. അല്ല അന്നേരം ഞാൻ ചോദിക്കുന്നത് എന്റെ മറ്റൊരു സംശയമാണ് ഞാൻ സാറിനോടൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ വിളിച്ചത്. അതായത് ഇപ്പം പെണ്ണുങ്ങളോട് ചോദിക്കാൻ പറ്റത്തില്ല. പെണ്ണുങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് താല്പര്യമില്ല വേണമെങ്കിൽ എന്നെ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞ് നമുക്കും വേണമെങ്കിൽ അത് കേസ് റൈസ് ചെയ്യാം അല്ലേ? അല്ല പരാതി കൊടുക്കാം. അതിനകത്ത് സുപ്രീം കോടതി ആ ഇത്തരം കാര്യങ്ങളിൽ പല കേസുകളിലും പല ജഡ്ജിമെന്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പൊ പുതിയ ന്യായ സംഹിത വന്നിരിക്കുന്നത്. പുതിയ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പിന്നെ സുപ്രീം നാളെ കോടതിയിൽ വല്ല പറഞ്ഞ ഞാനൊന്ന് വിധികൾ അതെ നാളെ ഞാനൊന്ന് വിളിക്കുകയോ വല്ലതും ചെയ്താൽ സാർ ഇതൊന്ന് റെഫർ ചെയ്തിട്ട് ആ നിയമങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? സംസാരിക്കാം. അപ്പൊ ഒന്ന് റെഫർ ചെയ്തിട്ട് തീർച്ചയായും. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പുതിയ നിയമം ഇപ്പോ ഒരു കേസ് ഇപ്പൊ ഡ്രാഫ്റ്റ് വേണ്ട, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസത്തേക്ക് അതുകൊണ്ടാണ്. നമുക്ക് സാറിന്റെ സൗകര്യത്തിന് ഞാൻ വിളിക്കാം. ശരി. അപ്പൊ മനുഷ്യന്റെ ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു സംശയം ഇവിടെ ഇപ്പൊ എല്ലാവർക്കും തന്നെ ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാളാണ്. വിവാഹം നടക്കുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വിവാഹം കൊടുക്കത്തുള്ളൂ. ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാല് 99% ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥർക്കേ ജോലി കൊടുക്കത്തുള്ളൂ. പഠിപ്പ് വേണ്ട, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ഒരു രൂപ പോലും കയ്യിലില്ലാത്തവർ പോലും സർക്കാർ ഉദ്യോഗസ്ഥനെ അത് കൊടുക്കത്തുള്ളൂ. നമ്മുടെ ഒരു കൾച്ചറായി മാറിയതിന്റെ പ്രശ്നമാണ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ബാക്കിയുള്ള 1% അതിന്റെ ഒരു 75% ആ മിച്ചം വരുന്ന 1%ത്തിന്റെ ഒരു 3/4 ഭാഗവും
ആ വിദേശത്തുള്ളവർക്കാണ്, അല്ലെങ്കിൽ ഗൾഫിലുള്ളവർക്ക്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക്, UK പഠിച്ച് ഇങ്ങനെയുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് പെണ്ണ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഇടവകയിൽ തന്നെ 400, 500 പേരൊക്കെ ഇവിടെ കല്യാണം കഴിക്കാതെ ആണുങ്ങൾ നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇനി വല്ല നേപ്പാളിന്നോ വല്ലതൊക്കെ ഇനി അല്ല, പെണ്ണിനെ അതത് കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധമുണ്ടോ? അല്ല, ഇന്ത്യൻ ഭരണഘടന കിട്ടണ്ടേ? ഇന്ത്യൻ ഭരണഘടന ഞാനതാ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന ആ. ഇന്ത്യയിലുള്ള ഓരോ പൗരനും വിവാഹം കഴിക്കുന്നതിന് പ്രായപൂർത്തിയായ പുരുഷനും ആ. പ്രായപൂർത്തിയായ സ്ത്രീക്കും വിവാഹം കഴിക്കുന്നതിന് ഇവിടെ ഇന്ത്യൻ മാരേജ് ആക്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന്, നിങ്ങളുടെ ഇടവകയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിൽ നിന്നോ തന്നെ വിവാഹം കഴിക്കുന്നതിനാണ് ഈ പറയുന്ന കണ്ടീഷൻ ഉള്ളത്. അല്ല, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളോടൊപ്പം ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കാം. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെന്നോ അതല്ലെങ്കിൽ വിദേശ ജോലികളോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റിൽ ആയ ആളുകൾ, ഇന്ത്യ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കുടുംബജീവിതം നടത്താൻ, മാന്യമായിട്ടൊരു കുടുംബജീവിതം നടത്താൻ സാധിക്കുന്ന എല്ലാവരും, നമ്മുടെ പൊതുവെയുള്ള ഒരു സംസ്കാരം അതാണ്. അത്തരത്തിലുള്ള പുരുഷന്മാരെ ഭർത്താക്കന്മാരായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽ നിന്നോ നിങ്ങളുടെ ഇതിൽ നിന്നോ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അല്ല, അത് വ്യക്തിപരമായിട്ട് നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ വിശ്വാസവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. അല്ല, അത് മനസ്സിലായി, നിയമവശം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ സമുദായം നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ലായിരിക്കാം. അല്ല, സമുദായത്തിന്റെ അല്ല, നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പം വ്യക്തിപരമായിട്ട് ഇപ്പം ഹിന്ദു പെൺകുട്ടിക്കാണെങ്കിൽ തന്നെ മറ്റു മതങ്ങളുടെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. ക്രിസ്ത്യാനികൾക്കും അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടുപേർക്കും രണ്ട് വിശ്വാസത്തിൽ ഒരുമിച്ച് പോകുന്നവരുണ്ട്, അതിന് താല്പര്യമില്ലാത്തവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം നിലവിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ കല്യാണം നടക്കുന്നുമില്ല. നമുക്ക് അത്യാവശ്യം ശാരീരിക ബന്ധത്തിന് ആരോടും ചോദിക്കാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ നിൽക്കുന്നത്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടനാപരമായിട്ട് നിയമപരമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഈ പറയുന്നതൊക്കെ നിയമപരമായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളൊക്കെ വിദേശ ഡെവലപ്ഡ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അതിനകത്ത് മാറ്റം വരേണ്ട സാഹചര്യങ്ങളുണ്ട്, നിയമത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന BNS ആക്ട് പ്രകാരം കൺസെന്റ് ഉണ്ടെങ്കിൽ there is no problem. അല്ല, ഈ കൺസെന്റ് ഉണ്ടോ എന്ന് നമ്മൾ അറിയാൻ, ഇപ്പൊ കൺസെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടാം. ഈ കൺസെന്റ് ഉണ്ടോ എന്ന് നമ്മൾ അറിയാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ട. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കും പ്ലീസ്. ഞാനിപ്പോ നമ്മള് ഈ പണ്ട് കാലത്തൊക്കെ നമ്മൾ യുദ്ധം തോക്കുമ്പം കൊടി പൊക്കി കാണിക്കും, വെള്ളക്കൊടി ഉയർത്തി കഴിഞ്ഞാൽ അവര് തോറ്റു അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വെടിനിർത്തൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. വെള്ളക്കൊടി ഉയർത്തുക, പച്ചക്കൊടി ഉയർത്തുക, ചുമലക്കൊടി ഉയർത്തുക, മഞ്ഞക്കൊടി ഉയർത്തുക, ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ യുദ്ധകളത്തിൽ അവലംബിച്ചു വരുന്ന ചില കാര്യങ്ങളാണ് കൊടികൾ ഉയർത്തുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടികളുമായിട്ട് യുദ്ധത്തിനിടയ്ക്ക് പോകുന്നത്, അല്ലാതെ ഗമ കാണിക്കാനല്ല. ഓരോ കൊടി ഓരോ സമയത്ത് ഉയർത്തുമ്പം അടുത്ത് നിൽക്കുന്ന യുദ്ധം ചെയ്യുന്ന ഭടന്മാർക്കും ഒക്കെ തിരിച്ചറിയാനുള്ള ഇതിനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. വിസിലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ചില കാഹളമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കൊടി അന്നും ഇന്നും യുദ്ധമുഖത്ത് ഇന്ത്യൻ മിലിറ്ററി ഇപ്പോഴും കൊടികൾ ഉയർത്താറുണ്ട്, അതിർത്തിയിലും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിലും ഓരോ ഇതിനു വേണ്ടിയിട്ട് ഒരു ഉയർത്താറുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഈ കൺസെന്റ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമ്മളൊരു ഒന്നെങ്കിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഇപ്പൊ പെൺപക്ഷി ആൺപക്ഷിയെ ആകർഷിക്കാനായിട്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, മൃഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പം മനുഷ്യനും ഇതൊരു ആവശ്യമാണ്. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്, അതിനൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പണ്ട് കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, വലിയ ചേട്ടന്മാരൊക്കെ വീട്ടിൽ കിടന്ന് ബഹളമൊക്കെ കാണിക്കുമ്പോൾ അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും. അപ്പൊ നമുക്കിതിന്റെ അർത്ഥം അറിയത്തില്ല. പിന്നീടാണ് മനസ്സിലാക്കുന്നത് പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ ഈ ചേട്ടൻ ശാന്തനാണ്. മനുഷ്യ സഹജമായ ഒരു വാസനയാണ് ഇപ്പൊ പ്രകൃതിയുടെ വിളി എന്ന് പറയുന്നത്. എന്റെ അറിവിൽ അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ഈ പറയുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചതിന്റെ പേരിൽ കേസെടുത്തതായിട്ട് എനിക്കറിവില്ല. ചോദിച്ചത് കൊണ്ട് കിട്ടുമെന്നറിഞ്ഞുകൊണ്ട് ചോദിച്ചതിന്റെ പേരിൽ കേസെടുത്തതായി അറിവില്ല. പക്ഷെ ബാക്കിയുള്ള ആരോപണങ്ങളാണ് മറ്റു തരത്തിലുള്ള, അതിനപ്പുറം കവിഞ്ഞുള്ള ആരോപണങ്ങളാണ്. അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് പീഡിപ്പിച്ചു, ദേഹോപദ്രവം ചെയ്തു, നഗ്നത പ്രദർശിപ്പിച്ച്, മാസ്റ്റർബേറ്റ് ചെയ്തു, പിന്നെ ഡിക്കി ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ പെണ്ണ് മറ്റേ രേവതി സമ്പത്ത് പറയുന്നുണ്ട്.
അല്ല ഞാനിപ്പോ പിന്നെ നമുക്ക് ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ല. ഞാൻ സോറി. അതാ പറഞ്ഞത്. അല്ല ഇവിടെ ആ, പറയുന്നുണ്ട്, നമുക്ക് മാധ്യമങ്ങൾ അത് പുറത്ത് അല്ല പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അല്ല മാധ്യമങ്ങൾ പറയുന്നത് എന്തുവായിക്കോട്ടെ. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് അത്ര നിയമങ്ങൾ അറിയില്ല, എന്നോട് ക്ഷമിക്കുക, അല്ല ഞാൻ നമ്മള് അറിയാതെ പറഞ്ഞു പോയത്. അല്ല നമ്മളങ്ങനെ ഒരാളുടെയും പേരെടുത്തോണ്ട് പറയേണ്ട സോറി, കാര്യമില്ല. ഞാനത് പറയില്ല. അവർക്ക് ഇതിപ്പോ ഞാൻ ചോദിച്ചതാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാഞ്ഞത്. എനിക്കിപ്പോ അത് പുറത്ത് പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇന്ന സാഹചര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനുശേഷവും അതേ മേഖലയിൽ നിന്ന് പ്രവർത്തിച്ച് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും തന്നെ, അവരോടൊപ്പം തന്നെ. അതെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ. അവരതിനകത്ത് പിന്നെ ചെയ്തിട്ടില്ല എങ്കിൽ ആരോപണ വിധേയർക്ക് അനാവശ്യമായിട്ട് കേസ് കൊടുത്തതിന് വേറെ മാർഗങ്ങളുണ്ട്. ഇവിടെ എന്റെ ഒരു സാറേ പിടിപ്പിച്ചതിന് എന്റെ ഒരു സംശയം വരുന്നത്, ഇവര് ഇങ്ങനെ ഞാൻ അതാ പറഞ്ഞ അങ്ങനെ ചോദിച്ചതിന്റെ പേര് അതല്ല, അതെനിക്ക് ക്ലിയർ ആയി, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കാൻ വരുന്നത് ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, ഇത്രയും വർഷം ഒരു ഭയന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് കേസ് കൊടുക്കാനായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ ഭയം മാറിയപ്പോൾ, എന്റെ ചോദ്യം തീർന്നില്ല സാറേ, എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഈ ഭയം മാറിക്കഴിഞ്ഞപ്പോഴും ഇവർ കേസ് കൊടുക്കാതെ എന്തിനാണ് മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതെല്ലാം കൂടെ പറയുക എന്നുള്ള ഒരു ഇതാണ്. ഇതിനിടയ്ക്ക് ഏതോ ഒരു നടി, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞതായി ഞാൻ കേട്ടു. അതായത് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞപ്പോൾ ആരോപണ വിധേയൻ അതിനൊന്ന് മാപ്പ് പറഞ്ഞ് കോമ്പൻസേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കേസുമായിട്ട് എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, കേസ് ഞാൻ കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോടതി വെച്ച് മാപ്പ് പറഞ്ഞാൽ തീർന്നില്ലേ? അപ്പൊ അതിനകത്ത് എന്താണ്, അതിനകത്തൊരു ഇംപ്ലൈഡ് ആയിട്ടൊരു കൺസെന്റ് ഉണ്ടായിരുന്നു എന്ന് വേണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം മറ്റു പലതുമായിരിക്കും. അതെ, ഇങ്ങനെ മാനഹത്യ എന്നാണ് പറയുന്നത്. അതാ പറഞ്ഞത്, അത് ഡിഫമേറ്ററി ആണ്. ഇത് സംഭവിച്ചിട്ടില്ല എന്നവർ പ്രൂവ് ചെയ്യുമ്പോൾ അത് ഡിഫമേറ്ററി ആയിട്ടുള്ള സാഹചര്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന കാലതാമസമൊക്കെ, കേസ് കൊടുക്കാനുണ്ടായ കാലതാമസമൊക്കെ പല സുപ്രീം കോടതി പല വിധികൾ പ്രകാരം പലതരത്തിലും കാലതാമസം, ഈ ഇത്രയും നാളത്തെ കാലതാമസം, ഇപ്പോ ഞാനിത് പേടിച്ചിട്ടാണ് പുറത്ത് പറയാതിരുന്നത്. എനിക്ക് അയാളെ ഭയമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭീഷണി എവിടെ കൊണ്ട്, എനിക്കെതിരെ ഉണ്ടായ ഭീഷണി എവിടെ കൊണ്ട് തീർന്നു? ഈ സംഭവം ഞാൻ സേഫ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ, ഞാനിപ്പോ ആയിരിക്കുന്ന റൂമിൽ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി, അല്ല ഞാനിപ്പോ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി നീ ഇത് പുറത്തു പറഞ്ഞാൽ ഞാൻ കൊന്നുകളയും, എന്റെ ജീവന സംരക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യം ഞാൻ ആ ജോലി സ്ഥലത്തുനിന്ന് മാറി എന്റെ വീട്ടിലേക്കോ എന്റെ കുടുംബത്തിലേക്കോ വന്നു കഴിയുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഉള്ള ആളുകൾ അവിടെയുണ്ട്, നിയമ സംവിധാനമുണ്ട്. എനിക്ക് വേണ്ട നിയമ സംരക്ഷണം, എന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, പോലീസ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആ സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ കൊണ്ട് ആ ഡിലേ കഴിഞ്ഞു. അതെ, ശരിയാണ്. ഈ കാലതാമസം കഴിഞ്ഞു. അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കാം. നമുക്ക് റിട്ടേൺ കംപ്ലൈന്റ് അവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, അതൊരു തെളിവാണ്. പിന്നെ എന്തിന് 5 വർഷങ്ങൾക്ക് ശേഷം ഇത് പറയുന്നു? അതെ, അതാണ് എനിക്ക് സംശയം ഉളവാക്കുന്നത്. ഏതോ ഒരു നടി 1992 തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതൊരു എന്താ പറയുന്ന ഒരു വ്യക്തി ഹത്യ നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത്, അല്ലെ? ഒരു പരിധി വരെ അത് തന്നെയാണ്. ഒരു പരിധി വരെ പലരെയും വ്യക്തിഹത്യ നടത്തുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നു. അതൊക്കെ തന്നെയാണ് ഇവരെയൊക്കെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിമറിച്ചത്. ഇതിനകത്ത് ഇപ്പം ഞാൻ അതല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം എന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. അങ്ങനെ ഒരിക്കലും വരത്തില്ല. ഇവിടെ എവിടെയൊക്കെ അവസരങ്ങളുണ്ട്. ഒരു ഗ്രൂപ്പൊന്നും ഇവിടെയൊന്നുമില്ല. ഇനി ഒരു ഗ്രൂപ്പിന് ഇഷ്ടമല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിലോട്ട് പോവാം. ഇപ്പം രസം അതല്ല. ഞാനിപ്പം വേറൊരു വാർത്ത കണ്ടോണ്ടിരുന്നു കഴിഞ്ഞപ്പോ
ഒരു സ്ത്രീയോട് ചോദിക്കുന്നു അവരുടെ മുഖം എന്താ മറച്ചു വെക്കുന്നത്, അത് ഇങ്ങനെ ആരോപണം, ഇങ്ങനെ ലൈംഗിക പീഡനത്തിന്റെ ആരോപണം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അത് കാണിക്കാത്തതിൽ ബുദ്ധിമുട്ട് പറയണ്ട, അവരുടെ മുഖം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുന്നു. അപ്പം റിപ്പോർട്ടർ, ന്യൂസ് റിപ്പോർട്ടറിന് ചോദിക്കുന്നത് അത് ഇതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇതുകൊണ്ടാണ് ഞങ്ങളെ മുഖം കാണിക്കാത്തത്. അപ്പൊ ഇങ്ങനെ കേസ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി പറയും എനിക്ക് പരാതി ഇല്ലെങ്കിലോ പിന്നെ എന്തിനാ കേസ് എടുക്കുന്നതെന്ന്. അപ്പൊ ഇതൊരു തരം വ്യക്തിഹത്യ മാത്രമാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്, കുറെ ആളുകളെ അല്ല താറടിക്കാൻ. അല്ല അതിനകത്ത് നമ്മൾ ഈ പറയുന്ന കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അതിനകത്ത് ഈ കമ്മീഷൻ എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരാളുടെയും പേര് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. എനിക്ക് പരാതി ഉണ്ടായിരുന്നു, ഞാൻ എന്റെ ഐഡന്റിറ്റി പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു ജുഡീഷ്യൽ ഒരു കമ്മീഷനെയാണ് വെച്ചത്. അപ്പൊ അവിടെ പറയുന്നതിന് തടസ്സമില്ലായിരുന്നു. പിന്നെ വേറൊരു പെണ്ണ് ഇതിനകത്ത് ആരോപണം പറഞ്ഞിരിക്കുന്നത് 17 തവണ എന്നെ പീഡിപ്പിച്ചതിന് സമ്മതിക്കാഞ്ഞ കാരണം 17 തവണ പിന്നെ റീടേക്ക് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡാനി സിനിമയുടെ സൈറ്റില് മമ്മൂട്ടി ആദ്യത്തെ ദിവസം വന്നേച്ച് ഒറ്റ നിപ്പിലെടുക്കേണ്ട ഒരു ഡയലോഗാണ് ഇത്. 10 പ്രാവശ്യം, അന്നൊക്കെ ഒരു അടി ഫിലിമിന് വേണ്ടി 150 200 വെച്ചിട്ട് നമ്മൾ കൊടുക്കണം, 250 300 വെച്ച് കൊടുക്കണം ഒരു അടി. റോളിന് 75,000 രൂപയാണ്. ആ, അപ്പം നല്ല വിലയാണ് ഓരോ അടിക്കും. ഇത് ഡയറക്ടർ മറ്റേ TV ചന്ദ്രൻ അവനുണ്ടായിരുന്നു തോന്നുന്നു, ഡാനിയുടെ ഇത്. അപ്പൊ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ കട്ട് ഒരു 10-25 പ്രാവശ്യം ടേക്ക് എടുത്ത് കഴിയുമ്പോൾ മമ്മൂട്ടി അവശനായി. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ തന്നെയാണ് പുള്ളിയോട് പറയുന്നത്, നമുക്കെന്നാ ഇച്ചിരി നേരം നമുക്കൊരു ഫ്രീ ടൈം എടുക്കും, ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ തീർക്കല്ലേ, ഇപ്പൊ പുള്ളി എങ്ങനെയിട്ട് കഷ്ടപ്പെടുന്നത് നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ബാക്കി എല്ലാവരും കൂടെ പറഞ്ഞു. പുള്ളി കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ കഴിയുമ്പോൾ പുള്ളി ഇറങ്ങി ലാൻഡ് ക്രൂസറെ കയറി ഇവിടെ പോയി, പ്രിൻസ് ഹോട്ടലിൽ പോയി. ഉച്ച കഴിഞ്ഞ് വീണ്ടും വന്ന് റെഡിയാണ് ഓക്കെ എന്നും പറഞ്ഞ് വീണ്ടും ഈ ഡയലോഗ് പറയാൻ തുടങ്ങുന്നു. വീണ്ടും 5 ടേക്ക് 6 ടേക്ക് 7 ടേക്ക് 8 ടേക്ക് 10 ടേക്ക് 15 ടേക്ക് 20 ടേക്ക് എടുത്തിട്ടും സംഗതി ഓക്കെ ആകുന്നില്ല. പിന്നെയും പുള്ളി ഇറങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്നിട്ടും ഇന്ന് എനിക്ക് ഡയലോഗ് പറയാൻ മൂടില്ല എന്നും പറഞ്ഞ് വീണ്ടും പുള്ളി പോയി. അന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പുള്ളി അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് കാണാതെ പഠിച്ചു അങ്ങോട്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോകുന്നുണ്ട്, അവർ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ടാണ് അത് 2 ഇതിൽ ആംഗിൾ വെച്ചിട്ട് ഷൂട്ട് ഇതെടുക്കുന്നത്. ഇവിടെ എന്തോ അവിടെ അമ്മായിപ്പനെയോ ഇവിടെ കുറിച്ച് വേണ്ടൊക്കെ ഇങ്ങനെ നിന്നോണ്ട് പറയുന്ന ഒരു ഡയലോഗാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ഇതൊരിക്കലും ഞാനും എന്റെ ഒരു ചെറിയ ആൽബം എടുത്തു കഴിഞ്ഞപ്പം 5-8 പ്രാവശ്യമൊക്കെ ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും വിഷമിച്ചിട്ട് കാര്യമില്ല, നമുക്കത് ആ ഭാവം പറയണം. ഇപ്പൊ നമ്മുടെ എന്താ പറയുന്ന രജിത് കുമാർ, ബിഗ് ബോസ് താരം രജിത് കുമാറിനെ വെച്ച് സംവിധായകന്റെ മനസ്സിലുള്ള ആ സംഭവം കിട്ടാത്തടത്തോളം ഞാൻ രജിത് കുമാറിന് നമ്മുടെ ഒരു ചെറിയ ആൽബം, അഭിനേതാവ് അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ അയാളുടെ ജോലി. അതെ, സംവിധായകൻ ആഗ്രഹിക്കുന്ന അഭിനയം എന്താണോ അത് അയാൾ കൊടുക്കുക, അതാണ് അയാളുടെ പ്രൊഫഷൻ. ജോലി ചെയ്യുന്ന ആളാണ്, അത് അയാൾ കൊടുക്കാൻ ബാധ്യതയാണ്, അതാണെങ്കിലും. ഞാനെടുത്ത അൽത്താര വിളക്ക് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ലൊട്ടിലൊടുക്ക് എന്ന് പറഞ്ഞ പോലെ എടുത്ത ഒരു ആൽബമാണ് നമ്മുടെ രജിത് കുമാർ. എന്നോടുള്ളൊരു സ്നേഹവും അടുപ്പവും കൊണ്ടാണ് പുള്ളി വന്ന് അഭിനയിച്ചത്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ മനുഷ്യനോട്. എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഒരാളാണ് ഡോക്ടർ രജിത് കുമാർ. അപ്പൊ അദ്ദേഹത്തിന് തന്നെ തറ തുടയ്ക്കുന്ന ഒരു സീൻ ഓക്കേടാ ഞാൻ ചെയ്യാന്നും പറഞ്ഞു വന്നിരുന്നു. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്ന ഒരു ഇതാ വേണ്ടത്. അപ്പൊ പുള്ളി പലതരത്തിലിരുന്ന് കണ്ണ് തുടയ്ക്കില്ല. ഞാൻ പറയും എനിക്കിതൊന്നും വേണ്ട. അപ്പൊ അവസാനം പുള്ളി അങ്ങനല്ല, നീ ഇതെടുക്ക്, ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ ഇതുപോലെ. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട. അവസാനം ഞാൻ എന്ത് ചെയ്തു, 5-8 പ്രാവശ്യം ഈ പുള്ളി പറഞ്ഞ എല്ലാ ഭാഗങ്ങളും എടുത്തു, ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റും, സമയം നീണ്ടു പോവുക. കാരണം എനിക്ക് ആ പാട്ടെന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയമാണ്, സമയത്തിനുള്ളിൽ എനിക്ക് ഇത് എടുക്കണം. കാരണം ഇത്രയും നേരം കണ്ണ് തിരുമിയാൽ അടുത്ത ഷോട്ടുകൾ എനിക്ക് അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, ഫ്രെയിമുകൾ വരാൻ പറ്റത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതൊന്ന് എടുക്ക്, എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. എന്നാൽ ശരി, നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു കണക്കാണ്, വെറുതെ ഇങ്ങനെ ഒന്ന് കുറച്ചാൽ മതി, ഇങ്ങനെ പാളിയൊന്ന് നോക്കുക, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇടാ സമ്മതിക്കടാ നിന്നെ, ഞാൻ സമ്മതിച്ചു. നീ അത് ആ സംവിധായകനും ക്യാമറാമാനും ആഗ്രഹിക്കുന്ന സംഭവം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണല്ലോ ഒരു അഭിനേതാവിന്റെ. 95-ലോ 96 എനിക്ക് ഒരു ഭിക്ഷക്കാരന്റെ വേഷം നിന്നിട്ട് ആ ഭിക്ഷക്കാരൻ ഞാൻ എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് ഭിക്ഷ എടുക്കാൻ പറ്റില്ലല്ലോ കേരളത്തിലെ സാഹചര്യം. ഇപ്പൊ നമ്മള് മറ്റു രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവായിട്ട് നമ്മുടെ
അതെ, ഐശ്വര്യ നമ്മുടെ അശോകൻ വളരെ കൺസെപ്റ്റ് പെട്ടെന്ന് ഹിറ്റായ ഒരു ഡയലോഗാണ്. നമ്മുടെ സൊസൈറ്റി ആവശ്യപ്പെടുന്ന ഭിക്ഷക്കാരൻ ഏതാണ്? അതെ നമ്മളുടെ സമൂഹം ആവശ്യപ്പെടുന്ന ആ ഭിക്ഷക്കാരനായിട്ട് ഞാൻ അഭിനയിച്ച് ആ എക്സ്പ്രഷൻ കൊടുത്തതുകൊണ്ട്, അതല്ലാതെ ഞാൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വന്ന് സുന്ദര കുട്ടപ്പനായിട്ട് വന്ന് അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകൻ ആഗ്രഹിക്കുന്നത് കിട്ടത്തില്ല. അപ്പൊ എന്റെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ ആയിരിക്കത്തില്ല. അതെ എന്റെ മുഖത്ത് ഒരു ഭിക്ഷക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവൻ ഭിക്ഷ എടുക്കാൻ പോകുന്നത്. അപ്പൊ അവനെ എല്ലാ ദിവസവും ഷേവിങ് ചെയ്ത് കുളിച്ച് സോപ്പിട്ട് കുളിച്ച് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല. അപ്പൊ അവൻ ജീവിക്കുന്ന സാഹചര്യവും അവന്റെ പിന്നെ ഡ്രസ്സില്, അവന്റെ ശരീരത്തില്, അവന്റെ തലമുടിയില് എല്ലാം അടിമൊഴി ഭിക്ഷക്കാരന്റെ ആ ഇത് കൊടുത്തതിൽ മാത്രമേ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അയാൾ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. കാരണം അയാൾ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ അയാളുടെ പടം വിജയിക്കത്തുള്ളൂ. അതെ. അപ്പൊ അതുപോലൊരു കേസാണ് നമ്മുടെ ഹരിശ്രീ അശോകൻ പിച്ചക്കാരനായിട്ട് വന്നേച്ച് കയ്യും കാലില്ലാത്തവനാമയെ എന്തെങ്കിലും തരണമേ എന്നും പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് അതെ. എല്ലാവരും ആ സൈറ്റിൽ നിന്ന് എല്ലാവരും വന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൈയടിക്കുക. കാരണം ഇത് കേട്ടിട്ട് ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത ഒരു പിച്ചക്കാരന്റെ ഡയലോഗാണ്. ഇപ്പം ഹരിശ്രീ അശോകനൊക്കെ അന്ന് കയറി വരുന്ന സമയങ്ങളാണ്. അപ്പൊ ആ സമയത്ത് പുള്ളി വന്ന് അതുപോലെ സ്വന്തം ജസ്റ്റ് വന്നേച്ച് ഇങ്ങനെ ഒരു ഡയലോഗ് പറയണമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ പുള്ളി അതിനൊരു ശൈലി കൊടുത്തു, ഒരു മാറ്റി, അതിന്റെ ടോൺ മാറ്റി. ഞാനിപ്പോ പൂർണ്ണമായിട്ട് ആ ഡയലോഗ് മറന്നുപോയി. പറഞ്ഞു കഴിഞ്ഞപ്പം അതാണ് അന്ന് ഞാൻ വരെ പറഞ്ഞത്. കേൾക്കാത്തൊരു ഡിമാൻഡാണ്. എല്ലാ ഭിക്ഷക്കാരും ഒരേപോലെ ആയിരിക്കില്ല ഭിക്ഷ യാചിക്കുന്നത്. ചിലര് വന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ ഇങ്ങനെ കാണിക്കും. സംസാരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവര് കൈയെടുത്തുകൊണ്ട് വായിലേക്ക് കാണിച്ചിട്ട് എനിക്ക് വിശക്കുന്നു എന്നുള്ള ഇത് എന്തെങ്കിലും തരണേ എന്നുള്ളത്. അപ്പൊ ചിലരങ്ങനെയല്ല. ചിലര് പറയും 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തരണേ എന്ന്, ഭക്ഷണം കഴിക്കാനാണ് എന്തെങ്കിലും തരണേ. ചിലര് പറയുന്നത് എന്നാ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഭിക്ഷ എടുക്കുന്ന അറിയാം. ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പെട്രോൾ പമ്പുകളിലും മറ്റും അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വന്നു നിന്നിട്ട് നമ്മളോട് പറയും ഒരു ഒരു പാക്കറ്റ് എടുക്ക്, എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ പാക്കറ്റ് എടുക്ക്, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ ഈ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ജോലി, ഒരുപക്ഷെ അതൊരു ജോലിയുടെ ഭാഗമായി അവർ ചെയ്തൊരു ജോലിയാണ്. പക്ഷെ ആ ജോലിക്കകത്ത് പോലും ഒരു യാചനയുടെ, ഭിക്ഷയല്ല യാചനയുടെ ഭാവം ഉണ്ട്. മറ്റേത് ഭിക്ഷ യാചന കൂടെ ചേർത്തിട്ട്. ഞാൻ 1997 മറ്റോ പാശവല എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങിന്റെ സൈറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഈ വള്ളക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിനകത്ത്. അപ്പൊ അവിടെ ഞാൻ സൈറ്റിൽ വന്ന് ഞാനായിരുന്നു നിന്ന് ഒരുപാട് കാര്യങ്ങൾ കമലാസനൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും വർത്താനം പറയാൻ ബോട്ടിനകത്തൊക്കെ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ വർത്താനം പറയാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നങ്ങ് പറയും. അപ്പൊ ഈ ഫുഡൊക്കെ ഇങ്ങനെ തിന്ന് നമ്മൾ പുള്ളിയുടെ ഈ നട്ട്സ് ഒക്കെ വിദേശത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത കൂടിയ നട്ട്സുകൾ ഇതൊക്കെ തിന്ന് നമ്മളിങ്ങനെ കൂടെ ഇരുന്ന് കൊടുത്താൽ മതി. പുള്ളി വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ പുള്ളിക്കാരനെ നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ ഒരു ചുമല ബനിയനോ എന്തൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ വന്ന് നിന്ന് ശ്രീറാം ആയിരുന്നു അതിന്റെ ക്യാമറാമാൻ. ആദ്യം എടുത്തു കഴിഞ്ഞപ്പം സാർ ലിപ്സ് റെഡിയായില്ല, ക്യാമറാമാൻ പറയുക. അത് കഴിഞ്ഞപ്പോ ഓക്കെ നമുക്ക് റീടേക്ക് ചെയ്യാം. അത് വന്നു, പാട്ട് മറ്റേ എന്റെ പൂള് വലിച്ചിട്ടു, ഓഡിയോ കറക്റ്റ് ചെയ്തു, സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു. വീണ്ടും എടുത്തിട്ട് സാർ സ്റ്റെപ്പ് പോയി, ഡയറക്ടർ പറയുകയാണ് ഓക്കെ റെഡിയാക്കാം. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും എടുക്കാൻ നേരത്ത് എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞ് ഡയറക്ടർ കട്ട് പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പം ശ്രീറാം ഉടനെ തന്നെ പറയുകയാണ് സാർ അതിന്റെ ടെമ്പോ പോയി, സാർ ഇച്ചിരൂടെ സ്പീഡിൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരു ശകലവും കൂടെ സ്പീഡ് കൂട്ടണം. ഓക്കെ വീണ്ടും എടുക്കുകയാണ്. 4, 5, 6, 7 പ്രാവശ്യം വരെ വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഓക്കെ പറഞ്ഞു. അരമണിക്കൂർ പുള്ളി വിശ്രമിക്കാനായിട്ട് ബോട്ടയിലോട്ട് വന്നു. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും പിന്നെ തമാശ പറയിക്കലാണ്. പെട്ടെന്ന് തന്നെ പുള്ളി ആ ക്യാരക്ടർ അങ്ങ് വിട്ടുപോകും. അപ്പോ ഇവരെയൊക്കെ പീഡിപ്പിക്കാനായിട്ട് പിന്നെ കൂടെ കിടക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഇതാണ് അതാണ് എന്ന് പറഞ്ഞ് കുറ്റം പറയുമ്പം ഈ സിനിമ എന്താണെന്നോ അഭിനയം എന്താണെന്നോ അറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആളാണ്. എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആളായിട്ട് പോലും നിങ്ങൾ സിനിമാ മേഖലയിൽ ഒരു മികച്ച ക്യാമറാമാനോ അല്ലെങ്കിൽ സംവിധായകനോ ആയിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റാതെ പോയൊരു സാഹചര്യമില്ലേ? ഉണ്ട്. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നെങ്കിൽ സംവിധായകൻ ആഗ്രഹിച്ച രീതിയിൽ ക്യാമറ കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റാതെ പോയതിന്റെ പേരിലോ, അതല്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയി, നമ്മൾ ആഗ്രഹിച്ച പോലെ പോലും നമുക്ക് ചെയ്യാൻ ഇതൊന്നും അല്ല മജേഷ്, ഇതൊന്നും അല്ല സംഭവിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ 2 ആൽബം എടുത്ത്, ഈ 2 ആൽബവും ഞാൻ വെറും
ഒറ്റ ദിവസം കൊണ്ട് വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തതാണ് ഞാൻ. അല്ല അതിപ്പോ പക്ഷെ അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞില്ലേ ഒരു മിനിറ്റ്. അപ്പൊ മൂന്നാമത് പറയട്ടെ, മൂന്നാമത് ഇതിനു മുമ്പ് ഇത്രയും നാളത്തെ ഈ പാസ്റ്റ് ഇത്രയും നാളത്തെ അതെ അത് തന്നെയാണ് അതെ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ആ മേഖലയിൽ തെളിയിക്കപ്പെടാതെ പോയി. അല്ല ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ട് ആൽബം എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പറയട്ടെ, ഈ രണ്ട് ആൽബം എടുത്തു കഴിഞ്ഞപ്പം ഒറ്റ ഇതുകൊണ്ടാ. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വേറൊരാൾ വന്നു, 5-6 ലക്ഷം രൂപ എടുക്കാം, കുറച്ചുകൂടെ നമുക്ക് പ്രൊഫഷണലായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. പാട്ട് സിനിമയിലുള്ള ഒരാൾ തന്നെ പാട്ട് എഴുതി, വേറൊരു എന്റെ തന്നെ ഒരു കസിൻ ഉണ്ട്, പുള്ളി ഒരു പാട്ട് എഴുതി ഇതും വെച്ച്. പക്ഷെ ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ പൈസ 5-8 ലക്ഷം രൂപ ഒരു പാട്ടിന് മുടക്കാൻ തയ്യാറാണ്. നീ അതേപോലെ ഒരു തീം കണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് നോക്കുമ്പോ ഒന്നും ഒക്കുന്നില്ല നമുക്ക്. അപ്പൊ ഒരു സിനിമ വെളിയിൽ വരിക എന്ന് പറയുന്നത് അത് ഒരാൾ ഒരു സംവിധായകൻ തീരുമാനിച്ചത് കൊണ്ടോ ഒരു നിർമ്മാതാവ് വന്നത് കൊണ്ടോ അവിടെ അത് എടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ക്രൂസ് എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു സിനിമ പുറത്തിറങ്ങണമെന്നില്ല. അതൊരു വിധിയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത്രയും ചെയ്തു. രജിത്ത് തന്നെ പറഞ്ഞു, നീ എപ്പോ വേണേലും പറഞ്ഞു. പൈസയുടെ ഒരു ബന്ധമല്ല ഞാനും അദ്ദേഹവുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം, ഒരു ഹൃദയ ബന്ധമാണ്. ഒരു ചങ്കോട് ചങ്കെന്ന് പറയുന്ന പോലെ ഒരു ബന്ധമാണ്. അപ്പൊ ആ ബന്ധത്തില് വിളിച്ചാൽ പുള്ളി വരാൻ തയ്യാറാണ്. എടാ നീ നോക്കടാ, എന്ത് വേണേലും ഞാൻ ഒരു ചെറിയ പൊട്ടക്കുത്തുന്ന തല്ലിക്കൂട്ടെന്ന് പറഞ്ഞ പോലെ ചെയ്താൽ പോലും പുള്ളി വന്ന് വേണേ ഒരു ദിവസം നിൽക്കും. അത് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്തോ ഇല്ലയോ അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. വിളിച്ചാൽ ഒരു അത്ര ഒരു സ്നേഹമുണ്ട്. അതുപോലെ പല ആർട്ടിസ്റ്റുകളും വരാൻ തയ്യാറാണ്, വേറെ ക്യാമറമാൻമാർ വരാൻ തയ്യാറാണ്, പൈസ മുടക്കാൻ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊരു ഒരു സംഗതി ഒരാളെ ഇറക്കിക്കൊണ്ട് വരുമ്പോ അത് കാണാൻ കൊള്ളാവുന്നതായാലും പോരായ്മകൾ ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ അവരെ നമിക്കത്തേ ഉള്ളൂ. കാരണം ഇറ്റ്സ് എ മിറക്കിൾ. അതൊരു അത്ഭുതം തന്നെയാണ് ഇത് പുറത്തിറങ്ങി വരിക എന്ന് പറയുന്നത്. ആ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് നമ്മളൊരു റൈറ്റർ എഴുതുന്ന ഒരു കാര്യം അതിനേക്കാൾ പല മടങ്ങില് അഭ്രപാളികളിൽ ഒരാളെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അത് നമുക്ക് അല്ലെങ്കിൽ ഒരു തിയറിയോ പ്രാക്ടിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വിധി എന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മോഹൻലാലിന്റെ മറ്റേ 6-ാം തമ്പുരാൻ സിനിമ എടുത്ത് നോക്കി, അതിനകത്ത് ആ ഓരോ ഭാവങ്ങളും ആ നോട്ടവും നമ്മളിങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരു ചലനങ്ങളാണ് അല്ലേ. അതിനെടുത്ത ഒരു പക്ഷേ ആ സംവിധായകൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ലാലത് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. സംവിധായകൻ ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒത്തുവരിക എന്ന് പറയുന്നത് ഒരു സൂപ്പർ മൈൻഡ് എന്ന് പറയുന്നത് പോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഞാൻ വലിയ സംവിധായകനൊന്നും അല്ല, ഇത്രയും ആളുകളുടെ കൂടെ നിന്നെങ്കിലും എനിക്ക് നല്ലൊരു വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല. എന്നാ അമേരിക്കയിൽ നിന്നുള്ളവർ പോലും മജേഷിന് അറിയാലോ, പല ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. വലിയ പടങ്ങൾ വേണമെങ്കിൽ എടുത്തു, ഇനി വേറെ ആളെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിച്ചു എന്നും പറഞ്ഞ് നിപ്പുണ്ട്. പക്ഷെ ഇത് ഒന്നും നമുക്ക് കൂട്ടിമുട്ടുന്നില്ല. അതൊരു വിധിയാണ്. അപ്പൊ അതിനകത്തൊരു ഭാഗമാകാൻ പറ്റുക എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അതിനകത്ത് എനിക്ക് ചാൻസ് കിട്ടിയില്ല, എന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന പരാതി പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയേ ഉള്ളൂ മനുഷ്യ, ഇത് ഈ ഇൻഡസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ ഒരു നടന കലയുമായിട്ടോ ഒന്നും ഒരു ബന്ധമോ അല്ലെങ്കിൽ ഇതിനെ പുലബന്ധമോ അങ്ങനെയാണ്ട് പറഞ്ഞൊരു വാക്ക് പറയൂല, അതുപോലും ഇല്ലാത്തവരാണ് ഈ കിടന്ന് വിളങ്ങുന്നത്. പിന്നെ പീഡനം, അത് നമ്മൾ പ്രതികരിക്കണം. ഞാൻ ഇന്നിട്ട ഒരു വീഡിയോ, ഞാൻ എന്റെ ലിങ്ക് മജീസിന് ഇട്ടിട്ടുണ്ട്, സാർ അതൊന്ന് കാണണം. ആ ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പീഡനത്തിനൊക്കെ നമ്മൾ പരാതി കൊടുക്കണം, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം. ഇതില്ലാതെ കവലെ നിന്ന് അവിടെ നിന്ന് തന്നെ അത് ചെയ്ത് സിദ്ദിഖിനെയൊക്കെ പോലെ, സിദ്ദിഖിനെയൊക്കെ ഞാൻ 90 തൊട്ട് കാണുന്നതാണ്. സിദ്ദിഖിനെയൊക്കെ അടിച്ച് വന്ന് തൊളെ കൈയിട്ട് തന്നെ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ. ഒരു സാധാരണ ഇന്നത്തെ അത്രയും പോലും മുഖത്തിന് ഗൗരവമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. വിഗൊക്കെ വെച്ച് വന്ന് നിന്ന്. അപ്പൊ ഒരു പ്രാവശ്യം വിഗ് പിന്നെ മറ്റേ ബൈജു ഇല്ലേ, ബൈജുവിന്റെ വിഗ് ഒരു പ്രാവശ്യം ഊരിപ്പോയി. അപ്പം വന്നേച്ച് പറഞ്ഞടാ ഇത് കണ്ട എന്റെ വിഗ് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് അത്ര സിമ്പിൾ ആയിട്ട് സൈറ്റിൽ നിന്നിരുന്ന മനുഷ്യരാണ് ഇവരൊക്കെ, സാധാരണക്കാരനായിട്ട്. പക്ഷെ ഓരോ പ്രാവശ്യവും റീടേക്ക് പറയുമ്പോൾ ഇവരെല്ലാം നിന്നെടുക്കും. ഈ സിദ്ദിഖിനെയൊക്കെ തുളസീദാസൊക്കെ നിന്ന് നിർത്തി പൊരിക്കുന്ന പോലെ റീടേക്കുകൾ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വീണിട്ട് അതായത് ഡ്യൂപ്പ് വന്ന് പുറകോട്ട് ചാടി വീഴുന്നു, ഈ ഷർട്ട് ഊരി കൊടുക്കണമെന്ന്. പഴയ പോലെ അല്ല, സിനിമയുടെയൊക്കെ ബഡ്ജറ്റ് കുറവ്. അപ്പം സിദ്ദിഖ് ഷർട്ട് ഊരി കൊടുക്കും, ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഡ്യൂപ്പ് വന്നിട്ട് താഴോട്ട് വീഴുന്ന കാണും. പിന്നെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വീണ്ടും അയാൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന പോലെ ഇങ്ങനെ വീണ അതിന്റെ ഒരു ആക്ഷൻ കാണിക്കണം. അതിൽ വരുന്ന തെറ്റുകൾക്കൊക്കെ എന്തും വേണ്ടം പ്രാവശ്യം ഇവരെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അത് പ്രമുഖ നടന്മാരുൾപ്പെടെ, ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക ഡാനിക്കകത്ത് എനിക്കൊരു വേഷം പറഞ്ഞതാണ്. പക്ഷെ രാവിലെ എനിക്ക് ചെന്നെത്താൻ പറ്റാഞ്ഞത് കൊണ്ടാണ്.
ആ മമ്മൂക്ക പോലും 2 ദിവസം ഒരു ഡയലോഗ്, ചെറിയ ഡയലോഗാ പറഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് പറയും. ഇത്രയും വലിയ ഡയലോഗ് പറയുന്ന മനുഷ്യനല്ലേ നമ്മൾ പറയും. പക്ഷേ ആ സമയത്ത് അത് ഒത്തുവരിക, ആ ഒരു എന്താ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വരണമെങ്കിൽ ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരത്തില്ല ചില സമയങ്ങളിൽ. ലാലേട്ടൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ആം, വന്ന് വളരെ സിമ്പിളായിട്ട് കരഞ്ഞോണ്ട് നിൽക്കുന്ന ഒരു മുഖഭാവമായിരിക്കാം. പെട്ടെന്ന് ഇപ്പറേ വന്നേച്ച് പൊട്ടിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കും. ക്യാമറ മാറ്റി വെച്ച് അടുത്ത ഇത് ആക്ഷൻ റെഡിയാന്ന് പറയുമ്പോൾ പുള്ളി അതേ ഭാവത്തിൽ വന്ന് നിൽക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ ലാലേട്ടനും പറ്റത്തില്ല. ലാലേട്ടന് ശരിയാകത്തില്ല എന്ന് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. റൂമിൽ കിടന്നുറങ്ങും. അപ്പം ബാക്കിയുള്ള ആളുകളൊക്കെ അന്ന് ഈ ക്രൈം മാഗസീനൊക്കെ പോലെയുള്ളവർ എഴുതുന്നത് എന്താ? സ്വറ്റ് മുഴുവൻ കാത്തിരിക്കുന്നു. മറ്റേതാണ് മറിച്ചാണ് അഹങ്കാരം. മറ്റേത് ലാലേട്ടന്റെ തന്റെ ഇടം സ്റ്റാർ എന്ന വാല്യൂവിൽ ഇത് കാണിക്കുന്ന ചില കുറെ മനുഷ്യർ രാവിലെ തൊട്ട് കുത്തിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തണ്ണീർമുക്കം ജയൻ ചേട്ടൻ എൻ്റെ പറഞ്ഞു. ചേട്ടന് വളരെ അടുപ്പമുള്ള ഒരു സ്നേഹിതനാണ് നമ്മുടെ. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യമാണ്. ഞാൻ അഭിനയിച്ചാൽ എന്റെ പെണ്ണുമ്പുള്ള പോലും വന്ന് കണ്ടെന്ന് വരത്തില്ല. അപ്പൊ ഈ ഹേമ കമ്മിറ്റിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ തന്നെയാണ് ഇവർ ഈ കമ്മീഷൻ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതുമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പീഡനമായിട്ട് തന്നെ എടുത്തോട്ടെ. ബാക്കി സിനിമയുടെ ഫീൽഡിൽ ഏകീകൃത വേതനം ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഒരിക്കലും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ലാലേട്ടൻ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ 100 പേര് കൂടി അല്ലേ? രജനീകാന്ത് 240 കോടി രൂപയാണ് ആം, ഇതിന് സ്വർണ്ണക്കൂലി നേട് പറഞ്ഞതിന് പ്രതിഫലം മേടിച്ചേക്കുന്നത്. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കുറെ അമേരിക്കക്കാർ ഒരുമിച്ച് കൂടിയാൽ പോലും 100 200 അമേരിക്കക്കാർ ഒരുമിച്ച് കൂടിയാൽ പോലും ചിലപ്പോൾ അതുപോലൊരു അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമോ? ഈ 240 കോടി രൂപ പുള്ളി മേടിച്ചാൽ പുള്ളി അവിടെ സൈറ്റിൽ വരുമ്പോഴുള്ള ചെലവ്, പുള്ളിയുടെ സംരക്ഷണം, മറ്റ് പുള്ളിയുടെ കാര്യങ്ങൾക്ക് അതിന്റെ ഇരട്ടി കാശ് 10 200 കോടി വേറെ ചിലപ്പോൾ മുടക്കേണ്ടി വരും. പുള്ളിയുടെ വാഹനങ്ങള്, പുള്ളിക്ക് കൊടുക്കുന്ന സേഫ്റ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തൊടുന്നതെല്ലാം പൈസയാണ്, ചില്ലറ പൈസയല്ല. നമ്മളിതുപോലെ 10,000 രൂപ കൊടുത്ത ഒരു മാസം ഒരുത്തനെ പിടിച്ചു നിർത്തുന്ന പോലെയല്ല. മണിക്കൂറിനാണ് പുള്ളിയുടെ അംഗരക്ഷകർ വരെ കാശ് മേടിക്കുന്നത്. അത് സൈറ്റിൽ നിന്ന് ലൊക്കേഷനിൽ നിന്ന് തന്നെ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനകത്ത് ഒരു ആളെ രജനിക്ക് ഇഷ്ടമുള്ള ഒരാള് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയും, എനിക്ക് ഈ നടി വേണ്ട, മറ്റേ നടി മതി. കാരണം എന്താ? പുള്ളിക്ക് കംഫർട്ട് അല്ല അവരുമായിട്ട് അഭിനയിക്കാൻ. അപ്പൊ ആദ്യം ഒരാൾ വന്നു, ഒരു എയും ബിയും 2 നടിമാരുടെ സജഷൻസ് അല്ലെ 3 നടിമാരുടെ സജഷൻസ് രജനിക്ക് കൊടുക്കുന്നു. രജനി അവരുമായിട്ട് സംസാരിച്ച് ഒരു വൈബിൽ എത്തുന്നില്ല. അപ്പൊ എനിക്ക് മറ്റേ ആള് മതി, അയാളെ കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടാണ് അഭിനയിക്കാൻ എന്ന് പറഞ്ഞാൽ രജനി പറയുന്നത് കേൾക്കുവോ, അതോ ഒരു പുതുമുഖമായിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നായിക വരുന്നത് പറയുന്നത് കേൾക്കുവോ? കാരണം 1 കോടിയോ അല്ലെ 50 ലക്ഷമോ കൊടുത്തായിരിക്കും ഒരു നായികയെ നമ്മൾ എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേൾക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂലാണ് പടം വിറ്റുപോകുന്നത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുമ്പ് പടം വിട്ടുപോയി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നൊരു ദിവസമാണ്. അതായത് ഏതോ ഒരു സിനിമയ്ക്കകത്ത് രജനീകാന്തിനെയോ മറ്റോ, അതൊക്കെ രജനീകാന്തിനെയാന്ന് തോന്നുന്നു, അധിക്ഷേപിക്കുന്ന എന്തോ ഒരു ഇത് വന്നിട്ട് ആ സ്ത്രീയുടെ വീട് ഫാൻസുകാർ കയറി അടിച്ച് കല്ലെറിയാനും ബഹളം വെക്കാനും തുടങ്ങി. പിന്നെ പുള്ളി പൊതുവായിട്ട് പറഞ്ഞു, സിനിമയാണ്, അതിനകത്ത് അങ്ങനെ വന്നെന്നും പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്, അവരെന്റെ നല്ല അടുത്ത എന്റെ അതിനൊരു നண்பറുകളും അങ്ങനെ അതിനൊക്കെ വേറൊരു ഇതുണ്ട്, എന്റെ സഹപ്രവർത്തകയാണെന്നുള്ളൊരു വാക്കാണ് രജനീകാന്ത് മറ്റോ എന്ന് പറഞ്ഞത്. രജനീകാന്ത് ആണെന്നാണ് എന്റെ ഒരു അണ്ണനാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ ഒരു വാല്യൂ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം. ആയിക്കോട്ടെ, ഞാനിപ്പം അടുത്ത ദിവസം നമുക്ക് മറ്റേ ആ വിഷയമായിട്ട് ആ നിയമമായിട്ട് നമുക്ക് അടുത്ത സമയം ഒന്ന് പറഞ്ഞാൽ മതി. നമുക്കിട്ട് ഞാൻ ഇന്നെടുത്ത വീഡിയോ ഞാൻ മജിസ്ട്രേറ്റ് എന്തായാലും ഇട്ടിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.